നമസ്കാരം. ഇൻഫോടെക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ റിലയൻസ് ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. റിലയൻസിൻ്റെ തുടക്കം, വളർച്ച, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് തുടങ്ങി വിവിധ ഘട്ടങ്ങൾ നമുക്ക് പരിശോധിക്കാം. ധീരുഭായ് അംബാനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് സ്ഥാപിക്കുന്നത്. എനർജി, പെട്രോ കെമിക്കൽസ്, ടെക്സ്റ്റൈൽസ്, ടെലികോം തുടങ്ങി വിവിധ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും പ്രചോദനമാണ് ധീരുഭായ് അംബാനിയുടെ ജീവിതം. ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് അദ്ദേഹം ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം സൃഷ്ടിച്ചത്. എങ്ങനെയാണ് അദ്ദേഹം ഇത് സാധിച്ചത്, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1932 ഗുജറാത്തിലാണ് ധീരുഭായ് അംബാനി ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു, അമ്മ വീട്ടമ്മയും. പഠനത്തിൽ ഒരു ആവറേജ് വിദ്യാർത്ഥി മാത്രമായിരുന്നു ധീരുഭായ് അംബാനി. 1948 ധീരുഭായ് അംബാനിക്ക് 16 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം ജ്യേഷ്ഠനോടൊപ്പം യമനിലേക്ക് ജോലിക്കായി പോയി. അദ്ദേഹം ആദ്യം ഒരു പെട്രോൾ പമ്പിലായിരുന്നു ജോലിക്ക് കയറിയത്. അതിനുശേഷം പല സ്ഥാപനങ്ങളിലും അദ്ദേഹം ജോലി നോക്കുകയുണ്ടായി. ബിസിനസ്സിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അവിടെ നിന്നാണ് അദ്ദേഹം പഠിച്ചത്. ചെറിയ ജോലികൾ ചെയ്യുമ്പോഴും വലിയ ബിസിനസ് സ്വപ്നങ്ങൾ അന്നേ അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1954 22ാമത്തെ വയസ്സിൽ അംബാനി വിവാഹിതനായി. യമനിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭം ശക്തമായ സമയമായിരുന്നു അത്. ബിസിനസ് മേഖലയെ ഇത് പ്രതികൂലമായി ബാധിച്ചു. അതേ തുടർന്ന് 1958 അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി. 1960 തൻ്റെ 28ാമത്തെ വയസ്സിൽ ധീരുഭായ് അംബാനി മുംബൈയിൽ തൻ്റെ ബിസിനസ്സിന് തുടക്കം കുറിച്ചു. റിലയൻസ് ട്രേഡിംഗ് കോർപ്പറേഷൻ എന്നായിരുന്നു കമ്പനിയുടെ പേര്. അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ചമ്പക്ലാൽ ധമാനിയുമായി ചേർന്നായിരുന്നു ബിസിനസ് ആരംഭിച്ചത്. 1965 ധമാനി പാർട്ട്ണർഷിപ്പിൽ നിന്നും പിന്മാറി. അംബാനി തനിയെ ബിസിനസ് നയിക്കുവാൻ തുടങ്ങി. 1966 ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലേക്ക് അദ്ദേഹം ചുവടുവെച്ചു. അതേ വർഷം തന്നെ ഒരു സ്പിന്നിംഗ് മിൽ ഗുജറാത്തിലെ നരോഡയിൽ സ്ഥാപിച്ചു. 1975 അദ്ദേഹം വിമൽ എന്ന പേരിൽ വസ്ത്രങ്ങൾ നിർമ്മിച്ച് റിലയൻസിൻ്റെ തന്നെ ഔട്ട്ലെറ്റുകൾ വഴി വിൽക്കുവാൻ ആരംഭിച്ചു. ഇന്ത്യയിലെ മുൻനിര കമ്പനികളിലൊന്നായി വിമൽ വളർന്നു. 1977 റിലയൻസ് ഇൻഡസ്ട്രീസ് ആദ്യമായി IPO വഴി ധനസമാഹരണം നടത്തി. 7 ഇരട്ടിയുള്ള സബ്സ്ക്രൈബേഴ്സ് IPOയ്ക്ക് ഉണ്ടായിരുന്നു. 1980 ഇദ്ദേഹം പോളിസ്റ്റർ ബിസിനസ് വ്യാപിപ്പിച്ചു. നവീകരിച്ച പുതിയ പ്ലാന്റ് സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. 1985 റിലയൻസ് ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രീസ് എന്നുള്ളത് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നാക്കി കമ്പനിയുടെ പേര് പുനർനാമകരണം ചെയ്തു. 1986 റിലയൻസ് ക്യാപിറ്റൽ എന്ന ഫിനാൻഷ്യൽ സ്ഥാപനം ആരംഭിച്ചു. 1991 പെട്രോളിയം ബിസിനസ്സിലേക്ക് അംബാനി പ്രവേശിച്ചു. 1993 മുതൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്റർനാഷണൽ മണി മാർക്കറ്റ് വഴി പണം സമാഹരിക്കാൻ തുടങ്ങി. 1995 റിലയൻസ് ടെലികോം സെക്ടറിലേക്ക് പ്രവേശിച്ചു. 2000 ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോ കെമിക്കൽ കോംപ്ലക്സ് ഗുജറാത്തിൽ പണി കഴിപ്പിച്ചു. 2002 റിലയൻസ് പെട്രോളിയവും റിലയൻസ് ഇൻഡസ്ട്രീസും ലയിച്ച് ഒരു കമ്പനിയായി മാറി. 2002-2003 കാലഘട്ടത്തിൽ ഇന്ത്യൻ പൊതുമേഖലയിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ IPSCL ലിമിറ്റഡിൻ്റെ വലിയൊരു ശതമാനം ഷെയർ റിലയൻസ് ഇൻഡസ്ട്രീസ് വാങ്ങുകയുണ്ടായി. 2002 അംബാനി സഹോദരന്മാർ തമ്മിലുണ്ടായ അവകാശ തർക്കത്തെ തുടർന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് മുകേഷ് അംബാനിക്ക് ലഭിച്ചു. വിഭജനത്തിന് ശേഷം റിലയൻസ് ഇൻഡസ്ട്രീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് റിലയൻസ് ഫ്രഷ് എന്നറിയപ്പെട്ട റീറ്റെയിൽ ചെയിൻ പടുത്തുയർത്താനാണ്. 2009 റിലയൻസ് ഇൻഡസ്ട്രീസ് 1:1 അനുപാതത്തിൽ ബോണസ് ഷെയർസ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും വിതരണം ചെയ്തു. 2010 ഇൻഫോടെൽ ബ്രോഡ്ബാൻഡ് സർവീസിനെ ഏറ്റെടുത്തുകൊണ്ട് റിലയൻസ് ബ്രോഡ്ബാൻഡ് സർവീസ് രംഗത്തേക്ക് പ്രവേശിച്ചു. IBSLന് മാത്രമേ പാൻ ഇന്ത്യ അടിസ്ഥാനത്തിൽ 4G ബ്രോഡ്ബാൻഡ് സ്പെക്ട്രത്തിന് അനുമതി ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 2013 IBSL പേര് മാറ്റി റിലയൻസ് ജിയോ ഇൻഫോകോം ലിമിറ്റഡ് എന്ന പേരിൽ അവതരിപ്പിച്ചു. റിലയൻസ് ജിയോ ഉപയോഗിക്കുന്ന ടെക്നോളജിയുടെ ലൈസൻസ് ഫീ സംബന്ധിച്ച് ചില കേസുകൾ ഉണ്ടായെങ്കിലും അതൊന്നും കോടതിയിൽ നിലനിന്നില്ല. 2016 സെപ്റ്റംബർ 6 റിലയൻസ് ജിയോ ഔദ്യോഗികമായി അവതരിപ്പിച്ചു. ഫ്രീ ആയി 4G ഡേറ്റയും വോയിസും നൽകിക്കൊണ്ടാണ് ജിയോ ആരംഭിച്ചത്. കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ജിയോ വൻ തരംഗം തീർത്തു.
2017 ഒക്ടോബർ ആയപ്പോഴേക്കും ഏതാണ്ട് 13 മില്യൺ സബ്സ്ക്രൈബേഴ്സിന് നേടുവാൻ റിലയൻസ് ജിയോയ്ക്കായി. ഫേസ്ബുക്ക് പോലെയുള്ള വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ റിലയൻസ് ജിയോയിൽ നിക്ഷേപം നടത്തി. റിലയൻസ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഓൺലൈൻ വ്യാപാര രംഗത്ത് സാന്നിധ്യം അർപ്പിക്കാനാണ്. റിലയൻസ് ഡിജിറ്റൽ, ജിയോ മാർട്ട് തുടങ്ങിയ ആപ്ലിക്കേഷൻസ്, വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോംസും ഇന്ന് റിലയൻസിനുണ്ട്. ഇതുവഴി അവർ ഓൺലൈൻ വ്യാപാര രംഗത്ത് ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഏതാണ്ട് 48% ഷെയർ അംബാനിക്കും കുടുംബാംഗങ്ങൾക്കുമായുണ്ട്. ബാക്കിയുള്ള 52% ഷെയർ പ്രൊമോട്ടർമാരും മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സും കൈവശം വയ്ക്കുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച 20 കമ്പനികളിൽ ഒന്നായി തീരാനാണ് റിലയൻസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കോർപ്പറേറ്റ് രംഗത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഇൻഫോടെക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.